ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഊട്ടിയുടെ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളങ്ങനെ മൈസൂർ കഴിഞ്ഞു, ഞങ്ങൾ ബന്ദിപ്പൂർ വഴി ഊട്ടി എത്തി. ഞങ്ങളൊരു രാത്രി തന്നെ എത്തിയായിരുന്നു. രാത്രി വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ രാവിലെയാണ്. രാവിലെ ഞങ്ങൾക്കൊരു ഊട്ടി ഫോക്ക് കോട്ടേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എടുത്തത്. അവിടെ 2 ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടായിട്ടാണ്. നല്ല റൂമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ ഒരുപാട് ബഡ്ജറ്റും ആയില്ല, ബിലോ 2000 ആയിരുന്നെന്ന് തോന്നുന്നു. നല്ലൊരു റൂമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കിന്നക്കോര പോകാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അത് ഊട്ടിയിൽ നിന്നൊരു 50 കിലോമീറ്റർ അടുത്തുണ്ട് തോന്നുന്നു. 50 കിലോമീറ്റർ 1.5-2 മണിക്കൂർ അടുത്തെടുത്തായിരുന്നു. അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. ഈ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ട്രെൻഡായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ പോകാമെന്ന് വെച്ചു. രാവിലെ എന്നുള്ളൊരു പെട്ടെന്നുള്ള പ്ലാൻ. അങ്ങനെ പോകാമെന്ന് വെച്ചു. പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ മൂന്നാറൊക്കെ പോണ പോലെ ഒരു സെയിം റൂട്ടൊക്കെ ആയിട്ട് തോന്നും. പിന്നെ നല്ല തണുപ്പാണ് അങ്ങോട്ടേക്ക് എത്തും തോറും. കുറേ കോടയും പിന്നെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ നടത്തി നിൽക്കുമായിരുന്നു. നമ്മൾ കുറച്ച് ഓട്ടമുണ്ട്, നല്ല ഓട്ടമുണ്ട്. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല അതിമനോഹരമാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 മണിക്കൂർ മാത്രമേ സൂര്യൻ ഉദിക്കുള്ളൂ എന്നാണ് പറയുന്നത്.
കാരണം ഫുള്ള് കോടയും തണുപ്പുമാണ്. സൂര്യൻ ഉദിക്കാനായിട്ടുണ്ടോയെന്ന് പോലും തോന്നുന്നില്ല. ഞങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം തണുപ്പായിരുന്നു. കൊച്ചിന് വരെ തണുത്തിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് കോടയായിരുന്നു. പിന്നെ അതാണ് ഇവിടെ കാണാനായിട്ടുള്ള ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ കിന്നക്കോരയിലെ ഒരു വ്യൂ പോയിൻ്റ്. ഇവിടെ ഇത് കാണാൻ വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ അതൊരു വ്യൂ പോയിൻ്റ്, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ എനിക്ക് വലുതായിട്ട് വലിയ അഭിപ്രായം തോന്നിയില്ല. നല്ല റൂട്ടും സംഭവങ്ങളൊക്കെ നല്ലായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്നിരുന്ന് നമുക്കൊരു മടുപ്പ് വരുന്നുണ്ടായിരുന്നു അത്രയും ദൂരം പോയതിൽ. വേറൊന്നുമില്ല, ഈ ഒരു കോട കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന പോലെ തോന്നി. എനിക്ക് അത്ര ഇഷ്ടമായില്ല പേഴ്സണലി. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. നമ്മുടെ എല്ലാവരുടെയും ഫേമസ് പ്ലേസാണ് ഊട്ടിയിൽ പോയ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ കാണണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ പോയി. ആ സമയത്ത് ചെറുതായിട്ടൊരു മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഒരു നല്ല രീതിയിൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റിയില്ല. കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് മഴയൊക്കെ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചധികം നേരം ഞങ്ങളവിടെ കണ്ട് നടന്നു. ഇത് നമ്മുടെ ഊട്ടിയിലൊരു ഫേമസ് സ്ഥലമാണ് മോഡി ബേക്കറി. ഇവിടെ ഭയങ്കര ചോക്ലേറ്റിന് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്ക് പോകുമ്പോൾ തന്നെ അവിടെ എന്തായാലും പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ബൊട്ടാനിക്കൽ ഗാർഡൻ പോണ റൂട്ട് തന്നെയാണ് മോഡി ബേക്കറി. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അവിടെ. ഇവിടുത്തെ ചോക്ലേറ്റുകളെല്ലാം വളരെ അടിപൊളിയാണ്. പിന്നെ അതുമാത്രം നല്ല തിരക്കാണ് കേട്ടോ അവിടെ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അവിടെ. അവിടേക്ക് അടുക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അവിടുത്തെ സ്പെഷ്യലായിട്ട് തന്നെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഉള്ളൊരു ഡെസേർട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചുറോസ് വിത്ത് ചോക്ലേറ്റ് അങ്ങനെ എന്തോ, അതും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ഊട്ടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ല ടേസ്റ്റാണ്, നല്ല തിരക്കുമാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മളത് വർത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബൈ.